സർക്കാർ നൽകിയ ഫ്ളാറ്റിലും ചോർച്ച. എറണാകുളം മുണ്ടംവേലിയിൽ P&D കോളനിക്കാരെ പുനരധിവസിപ്പിച്ച ഫ്ളാറ്റുകളിലാണ് ചോർച്ച. ജനുവരി 31-നാണ് ഫ്ളാറ്റ് പണിത് നൽകിയത്. കനത്ത മഴയിൽ ദുരിതത്തിലാണ് ഫ്ളാറ്റിലുള്ളവർ. മറ്റൊരിടത്തേക്ക് പുനരധിവസിപ്പിച്ചിട്ടും P&D കോളനിവാസികളുടെ ദുരിതമൊഴിയുന്നില്ല. സർക്കാർ മുണ്ടംവേലിയിൽ നിർമ്മിച്ചു നൽകിയ ഫ്ളാറ്റുകൾ പുതുമോടി മാറും മുൻപ് ചോർന്നൊലിക്കാൻ തുടങ്ങി. ഇക്കഴിഞ്ഞ ജനുവരി 31-നാണ് ഫ്ളാറ്റുകൾ കൈമാറിയത്. അന്നേ ചെറിയ മഴ പെയ്താൽ പോലും ഫ്ളാറ്റുകൾ ചോർന്നൊലിക്കുമായിരുന്നു. ഇവിടെ ഞങ്ങളിപ്പോൾ ഈ വർഷം ജനുവരി ലാസ്റ്റ് തുടങ്ങിയാണ് ഞങ്ങളിവിടെ താമസം തുടങ്ങിയത്. ഈ മഴ തുടങ്ങിയപ്പോഴത്തേനും എല്ലാ വീടുകളും, ഒരു വീട് പോലും ഇല്ല, എല്ലാ വീടുകളും ചോർന്നൊലിക്കുന്നതാണ്. ഇപ്പോൾ കുട്ടികളും ഇപ്പോൾ 70-80 കുടുംബങ്ങൾ ഇവിടെ താമസിക്കുന്നുണ്ട്. അതിൽ മിക്കവരും കുട്ടികളും പ്രായമായവരും കിടപ്പ് രോഗികളൊക്കെ ഉള്ള വീടുകളാണ് മിക്കതും. ഒരുപാട് കുഞ്ഞുമക്കളുള്ള വീടാണ്. അപ്പം അവർക്കൊന്നും റൂമിലൊന്നും ഇപ്പോൾ കിടക്കാൻ പറ്റാത്ത അവസ്ഥയാണ്. രാത്രി മഴ പെയ്യുമ്പോൾ ഭിത്തിയിലൂടെ വെള്ളം ചോർന്നൊലിച്ച് റൂമിൽ മൊത്തം വെള്ളം. എല്ലാവരും വെള്ളം കളഞ്ഞും ക്ലീൻ ചെയ്തു. ഇപ്പം P&D കോളനിയിൽ അതേ സെയിം അവസ്ഥ തന്നെയാണ് ഇവിടെ. പേരണ്ടൂർ കനാൽ നവീകരിക്കുന്നതിന്റെ ഭാഗമായിട്ടായിരുന്നു P&D കോളനിയിലെ വീടുകൾ പൊളിച്ചുമാറ്റി അവിടത്തുകാരെ മുണ്ടംവേലിയിലേക്ക് മാറ്റിപ്പാർപ്പിച്ചത്. മഴ പെയ്താൽ P&D കോളനിയിലേക്ക് വെള്ളം ഇരച്ചുകയറും. അതേ ദുരിതാവസ്ഥ തന്നെയാണ് മുണ്ടംവേലിയിലെ സർക്കാർ ഫ്ളാറ്റിലും ഇവർ നേരിടുന്നത്. സെപ്റ്റിക് ടാങ്ക് പൊട്ടിയൊലിക്കുന്നതിലും ഫ്ളാറ്റ് ചോർച്ചയിലും അധികൃതരുടെ ഭാഗത്തു നിന്നും നടപടി ഉണ്ടാക്കാത്തതും ദുരിതത്തിന്റെ ആഴം കൂട്ടുന്നു. ജനം, കൊച്ചി.